നമസ്തേ, ഞാൻ ലിയോ രാധാകൃഷ്ണൻ. ABC കാർഗോ പ്രവാസികൾ പറയട്ടെ, പവേർഡ് ബൈ നാഷണൽ പെയിൻറ്റ്സ്, സെലിബ്രേറ്റഡ് ബൈ ലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഹൈലൈറ്റഡ് ബൈ സ്റ്റേജ് UAE, ഇൻസ്പയർഡ് ബൈ സെലസ്റ്റിയൽ ടെക്നിക്കൽ സർവീസസ്. തത്സമയ സംവാദത്തിലേക്ക് സ്വാഗതം. ലോകം കൊറോണയ്ക്കെതിരായ പോരാട്ടം സധൈര്യം തുടരുകയാണ്. കൊറോണ വാക്സിൻ കണ്ടെത്താനാവാത്തത് ആശങ്കയാണ് നൽകുന്നത് എങ്കിലും പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. കുറേയേറെ പരീക്ഷണങ്ങൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതിനാൽ കൊറോണ മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകർ ജീവൻ പണയം വെച്ച് യുദ്ധഭൂമിയിലുണ്ട്. ഇതിനകം നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി അവരിൽ. എങ്കിലും അവർ പിന്നോട്ടില്ല. നമ്മൾ ഓരോരുത്തർക്കുമായി അവർ പോരാട്ടം തുടരുകയാണ്. അവർക്കും കുടുംബവും ആവശ്യങ്ങളും ഒക്കെയുണ്ട്. എങ്കിലും PPE കിറ്റിനുള്ളിലെ മണിക്കൂറുകൾ സഹജീവികളുടെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണവർ ലോകമെമ്പാടും. PPE കിറ്റോ വേണ്ടത്ര സുരക്ഷാ ഉപകരണങ്ങളോ ഇല്ലാതെയും പോരാടുന്നവരെയും നമുക്ക് കാണാം ചുറ്റും. അതും ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ. ഇന്ന് ഖത്തറിൽ നിന്നുള്ള ആരോഗ്യ മേഖലയിലെ പ്രമുഖരും പ്രവർത്തകരുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഖത്തർ CEO ഡോക്ടർ സമീർ മൂപ്പൻ, സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യൻ ഡോക്ടർ സമീർ കലന്തൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഫാമിലി തെറാപ്പിസ്റ്റും മൈൻഡ് മാസ്റ്റർ എഡ്യൂക്കേഷൻ സെൻറ്ററിലെ മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ജോണി ആൻ്റണി, ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് ഖത്തർ പ്രസിഡന്റ് ശ്രീ ബിജോയ് ചാക്കോ. ഏവർക്കും സ്വാഗതം പ്രവാസികൾ പറയട്ടയിലേക്ക്. ആദ്യം നമുക്ക് ഡോക്ടർ സമീർ മൂപ്പൻ, വളരെ ശക്തമായ പോരാട്ടമാണ് ആരോഗ്യമേഖലയാണ് ഇതിൻ്റെ മുന്നണി പോരാളികളായി മുന്നോട്ട് പോകുന്നത്. ഖത്തറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ആസൂത്രിതമായി തന്നെ ചിട്ടയായ പ്രവർത്തനങ്ങളോടുകൂടി മുന്നോട്ട് പോവുകയും കൊറോണ വിരുദ്ധ പോരാട്ടം വളരെ ശക്തമായി ഫിനിഷിംഗ് ലൈനിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഒട്ടേറെ രാജ്യങ്ങൾ ഇത്തരത്തിൽ സ്തുത്യർഹമായ രീതിയിൽ മാതൃകാപരമായി കൊറോണയെ പ്രതിരോധിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ശക്തമായ പോരാട്ടം ഇതുവരെ കാഴ്ചവെച്ച അല്ലെങ്കിൽ ഇതുവരെ നേരിട്ട കൊറോണയെ നേരിടുമ്പോഴുണ്ടായിട്ടുള്ള വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരുന്നു? ഇനി വരാൻ പോകുന്ന നാളുകളെ എങ്ങനെയാണ് കാണുന്നത്? താങ്ക് യു. അപ്പം ഈ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ചെറിയൊരു രാജ്യമാണ്. ഒരു 2.7 മില്യൺ ആൾക്കാരാണ് ഖത്തറിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ തുടക്കത്തിൽ ഫെബ്രുവരിക്ക് ശേഷം മാർച്ചോട് കൂടി നമ്പേഴ്സ് കൂടാൻ തുടങ്ങി. കുറച്ചൊരു കമ്മ്യൂണിറ്റി സ്പ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഗവൺമെന്റ് വളരെ ഒരു നല്ല രീതിയിലാണ് ഇതിനെ ഹാൻഡിൽ ചെയ്തത്. അതായത് ഈ ഖത്തർ പ്രൈവറ്റ് സെക്ടർ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ബേസിക്കലി നമുക്ക് എന്ത് കേസ് വന്നു കഴിഞ്ഞാൽ അത് ഉടനെ ഗവൺമെന്റ് സെക്ടറിലും ഈ ക്വാറന്റൈനും ഐസൊലേഷനും എല്ലാം ഗവൺമെന്റ് സെക്ടറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഖത്തറിലെ ഒരു കാര്യം, ഈവൻ ഇത്രയും 1,15,000 കേസോളം ഇതുവരെ ഈ കഴിഞ്ഞ 4-5 മാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഡെത്ത് റേറ്റ് ആണെങ്കിൽ ഒരു ആകെ ഒരു വളരെ കുറച്ചേ ഉള്ളൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം റിക്കവറി വളരെ ഫാസ്റ്റും വളരെ നല്ല റിക്കവറിയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഒരു ഇപ്പം ഇന്നത്തെ സ്ഥിതിയിൽ ഏകദേശം ഒരു 3000 കേസുകൾ മാത്രമേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിലുള്ളൂ. അപ്പോൾ ഗവൺമെന്റ് ഹാസ് ടേക്കൺ ഒരു നല്ലൊരു ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ദേ ബീൻ വെരി പ്രോആക്റ്റീവ് ഓൾസോ. പ്രൈവറ്റ് സെക്ടറിൽ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ലോക്ക്ഡൌൺ അല്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു കുറച്ചൊക്കെ. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഒരു ചെറിയ രീതിയിൽ. അപ്പൊ ഗവൺമെന്റ് ഇതിനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടാണ് ഇതിനെ കണ്ടിട്ടുള്ളതും ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ബിസിനസ്സുകളെ ഒക്കെ ഒരുപാട് ഇത് എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു തരത്തിൽ ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൌൺ കൂടെ പോകാതെയാണ് ഖത്തർ ഇത് അതിജീവിച്ചത്. അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ബിക്കോസ് വേറൊരു രാജ്യവും ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ഇല്ലാതെ അതിജീവിച്ചതായിട്ട് എന്റെ അറിവിലില്ല. ഒരുവിധം എല്ലാ സ്ഥലത്തും നമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് അവർ കംപ്ലീറ്റ് ലോക്ക്ഡൌണിലേക്ക് പോയിട്ടുണ്ട്. ഖത്തറിൽ ഇതുവരെ ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൌണിലേക്ക് പോയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഹാറ്റ്സ് ഓഫ് ടു ദി ഗവൺമെന്റ് ഈ ഒരു നല്ലൊരു ഇത് കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും. നമ്മോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന 2 പേർ വളരെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഞാൻ ശ്രീ ജോണി ആൻ്റണിയിലേക്ക് പോവുകയാണ്. കൊറോണ കാലത്തെ അദ്ദേഹത്തിൻ്റെയും ഒപ്പം കുടുംബത്തിൻ്റെയും ഒക്കെ സേവനം വളരെയേറെ
പരാമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. കൊറോണ പോസിറ്റീവായ കേസുകളിൽ പെട്ടവരുടെ കുട്ടികളെ സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാം. ശ്രീ ജോണി ആൻ്റണി, അതൊന്ന് വിവരിക്കാമോ? കാരണം വളരെ നമ്മൾ ഇവിടെ നാട്ടിലുള്ളവർ പോലും വളരെയേറെ ആശങ്കയോടെ കണ്ടിരുന്ന ഒരു കാര്യമാണത്, കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ കുട്ടികൾക്ക് രോഗം വരുമ്പോൾ മാതാപിതാക്കൾ നേരിടുന്ന മാനസിക സമ്മർദ്ദം എങ്ങനെ അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് സംബന്ധിച്ച് താങ്കളുടെ അനുഭവം എന്തായിരുന്നു? അതൊന്ന് വിവരിക്കാമോ? എല്ലാവർക്കും നമസ്കാരം. നാട്ടിനെയും ഇവിടത്തെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ കൂളായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഒത്തിരി ഭയപ്പെടുത്തലുകളില്ലാതെ, ഒത്തിരി ആൾക്കാരെ പാനിക്കാക്കാതെ തന്നെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കണ്ടുവന്നേക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ സാധാരണഗതിയിൽ പാരന്റ്സ് രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചിങ് ആണ്. അപ്പോ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട ചാരിറ്റബിൾ ഓർഗനൈസേഷനൊക്കെ നമ്മളെ സമീപിച്ചപ്പോൾ നമ്മുടെ സ്റ്റാഫുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. ഇങ്ങനെ അവരുടെ കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. എല്ലാവരും അതിനെ പോസിറ്റീവായിട്ടാണ് അപ്രോച്ച് ചെയ്തതെന്നുള്ളതാണ്. എല്ലാവരും ഞാൻ ഏറ്റെടുക്കാം, ഞാൻ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് അവരും മുന്നോട്ട് വന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. നേരെ മറിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് കേൾക്കുന്ന വിശേഷങ്ങൾ എന്ന് പറയുന്നത് സ്വന്തം ആൾക്കാരെ വരെയും സ്വന്തം കുടുംബത്തിൽ വരെയും പ്രവാസികളെ കയറ്റാൻ സാധിക്കാൻ ഭയക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കണ്ടുവരുന്നത്. എങ്ങനെയാണ് ഇത്രയും ഭീതി നാട്ടിൽ വന്നതെന്ന് മനസ്സിലായി. എനിക്കിവിടെ നിങ്ങളൊക്കെ മീഡിയക്കാര് അതിനെ ഉത്തരവാദികളാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ഭയപ്പെടുത്തി ആൾക്കാരെ ജീവിപ്പിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും അങ്ങനെ നമുക്ക് പ്രിക്കോഷൻസ് ആവശ്യമാണ്. പക്ഷെ ഭയം ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സ്റ്റാഫ് മുന്നോട്ട് വന്നപ്പോ യാതൊരു വിധത്തിലുള്ള ഭയങ്ങളോ അസ്വസ്ഥതകളോ ഇല്ലാതെ വേണ്ടത്ര പ്രിക്കോഷൻ എടുത്ത് തന്നെയാണ് അവരതിനെ ഹാൻഡിൽ ചെയ്തത്. നമ്മുടെ നാട് അധികം സംസാരിക്കാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നൂറുകണക്കിന് ദൈവങ്ങളുടെയും മതങ്ങളുടെയും കൂമ്പാരമാണ്. വളരെ ഈ ലോകത്തെക്കാൾ പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, സ്വർഗത്തിൽ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിലെത്താനായിട്ട് ഏറ്റവും ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത് മരിക്കുക എന്നുള്ളതാണ്. ആരും മരിക്കാൻ റെഡിയല്ല. എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത സാഹചര്യത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതിനുവേണ്ടി മാനസികമായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെയൊക്കെ നാടിന്റെ ഒരു പഠന രീതികളുടെയും കൂടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ചെറിയൊരു ഫിസിക്കൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ അതിന് ബാൻഡേജ് കെട്ടി അതിനെ സുഖപ്പെടുത്താനും എല്ലാം നമ്മുടെ നാട് വളരെ പ്രിപ്പയർഡാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ. പക്ഷെ മാനസികാരോഗ്യത്തിന്റെ കാര്യത്തില് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള സമൂഹത്തിന്റെ പ്രതിനിധികളാണ് നമ്മുടെ നാട് എല്ലാവരും. അതായത് നമ്മുടെ പല്ലിന് വേണ്ടി മിനിമം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഫാക്കൽറ്റി ആയിട്ടുള്ള മൈൻഡിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്തോ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഈ കൊറോണ കാലത്ത് ഒട്ടേറെ വീണ്ടും വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ആ വിചാരങ്ങൾ നമ്മൾ മറക്കാതിരുന്നാൽ മതി എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യണം ഓരോ വെല്ലുവിളികളെയും നേരിടുവാൻ. അതിനെത്രത്തോളം നമ്മൾ പ്രാധാന്യം നൽകുന്നു വിദ്യാഭ്യാസത്തിലും മറ്റുമൊക്കെ എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ശ്രീ ബിജോയ് ചാക്കോ, അവിടെ കൊറോണ മുന്നണി പോരാളിയായിരുന്നു, കൊറോണ ബാധിച്ചു, അതിനുശേഷം ഇപ്പോൾ വീണ്ടും സധൈര്യം മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഈ കൊറോണ കാലത്തെ അനുഭവങ്ങൾ? താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. കൊറോണ കാലത്ത് നമുക്ക് നഴ്സിംഗ് സമൂഹത്തിന്റെ, എനിക്ക് തോന്നുന്നു ഈ 2020 എന്ന് പറഞ്ഞൊരു വർഷം വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നഴ്സസിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു വർഷമാണ് ഈ 2020. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നഴ്സിംഗിൽ നിൽക്കുന്നവർക്ക് ഞങ്ങൾ 200 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 200 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 2020 അതിനോടൊപ്പം തന്നെ ഈ ഒരു പാൻഡമിക് ഔട്ട്ബ്രേക്ക് വന്നതോട് കൂടിയിട്ട് നഴ്സിംഗ് പ്രൊഫഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കുകയും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വർഷം കൂടാണ്.
ഇപ്പം മിസ്റ്റർ ജോണി പറഞ്ഞ പോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട്, ഇതിന്റെ ഒരു സ്ട്രെസ് ലെവല്, ഇത് എനിക്ക് തോന്നുന്നു നഴ്സിംഗിലും ഏറ്റവും കൂടുതൽ ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രശ്നം ഇത് തന്നെയാണ്. ഇപ്പൊ കോവിഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ പേഷ്യൻസിന് ഈ പറയുന്ന പോലെ ഒരു ചെറിയ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസ്, ഇല്ലെങ്കിൽ ഒരു ജനറൽ ഒരു ഫ്ലൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ സിവിയർ ഫോം ആയിട്ടുള്ള ഒരു ഫ്ലൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നു അതേപോലെ ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കേസ് മാത്രമേ നമുക്ക് പാൻഡമിക്കിൽ ഇതിൽ വന്നിട്ടുള്ളൂ, കോവിഡിൽ. പക്ഷെ അതിന്റെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് പലരെയും തളർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്റെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ, ഞാൻ കോവിഡ് പോസിറ്റീവ് ആയിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു ആദ്യത്തെ 2-3 ദിവസം ഒരു ചെറിയ ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബോഡി ഏക്ക്, ഐബോൾ പെയിന്. അത് കഴിഞ്ഞ് ഒരു 4th ഡേ തൊട്ട് എനിക്ക് തോന്നുന്നു ഞാൻ നോർമലായി തുടങ്ങി. അപ്പൊ റെഗുലർ ആക്ടിവിറ്റീസ്, എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ മൈൻഡിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അവര് പാനിക്കാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോയി, അവർക്ക് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു, അപ്പം എന്നെ ടെസ്റ്റ് ചെയ്യണം. പിന്നെ അവർക്ക് സിംറ്റംസ് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യുകയാണ്. അവർക്ക് സിംറ്റംസ് ഇല്ല, നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് വൈറ്റലി സ്റ്റേബിൾ ആണ്, വേറെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസിന്റെ ഒരു സിംറ്റംസും കാണിക്കുന്നില്ല, പക്ഷെ ഉള്ളിൽ നിന്നൊരു പേടിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഹമാദ് മെഡിക്കൽ കോർപ്പറേഷനിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പം ഞങ്ങൾ നോർമലി ഒരു 1000-1200 പേഷ്യന്റ് ആണ് ഞങ്ങൾക്ക് റെഗുലർലി വരുന്ന ഞങ്ങളുടെ ഒരു സെൻസസ് എന്ന് പറഞ്ഞാൽ. ഒരു 1200 to 1300 പേഷ്യൻസ് പെർ ഡേ ആണ് ഞങ്ങളുടെ റെഗുലർ സെൻസസ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഈ ഒരു സർജ് വോളിയം കൂടെ വന്നപ്പോഴത്തേക്ക്, ഇത്രയും അധികം പേഷ്യൻസ് വന്നപ്പോഴത്തേക്ക് ഈ ഇത് കൺട്രോൾ ചെയ്യുക. അപ്പൊ ഇതിനുള്ളിൽ കറക്റ്റ് ആയിട്ട് സിംറ്റംസ് ഉള്ളവരാരൊക്കെയാണ്, ഇല്ലാത്തവരാരൊക്കെയാണ്, പിന്നെ അവരെ സ്ക്രീൻ ചെയ്യണം, ഇവരെ സെഗ്രിഗേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് വന്നിരുന്നു. പിന്നെ നമുക്ക് ഇത്രയും പേഷ്യൻസ്, ഇത്രയും വോളിയം ഓഫ് പേഷ്യൻസ് വന്നപ്പോഴത്തേക്ക് നഴ്സിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ വന്നതെന്ന് പറയുന്നത് നഴ്സസിന്റെ ഷോർട്ടേജ് ആണ്. അപ്പം നഴ്സിംഗ് ഷോർട്ടേജ് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനുള്ളിൽ നമുക്ക് സിക്ക്, ഇപ്പം ഞാൻ പറഞ്ഞ ഈ മൈൽഡ് സിംറ്റംസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്, ഇല്ലെങ്കിൽ അതിലെ ഒരു മെജോറിറ്റി ഓഫ് കാറ്റഗറി ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് മാത്രം കാണിച്ചിട്ടുള്ള അവരെ ഹോം ക്വാറന്റൈൻ ചെയ്യുകയോ ഇല്ലെങ്കിൽ ക്വാറന്റൈൻ ഫെസിലിറ്റീസിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അവരെ ബാക്ക് ടു നോർമൽ ആക്കാവുന്ന ഒരു കാറ്റഗറി. പക്ഷെ ഒരു വളരെ ചെറിയൊരു പെർസെന്റേജ് ആൾക്കാർ ഈ പറയുന്ന പോലെ ചിലപ്പോൾ അവർക്ക് കോമോബിഡിറ്റീസ് ഉള്ളത് കൊണ്ടാകാം, അപ്പം അവർക്ക് ഈ പറയുന്ന പോലെ റെസ്പിറേറ്ററി ഇൽനെസസ്, റെസ്പിറേറ്ററി സപ്പോർട്ട് വേണ്ടി വരുന്നു. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഈ വെന്റിലേറ്റർ കൊടുക്കാൻ, വെന്റിലേറ്ററി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരായിട്ടുള്ള നഴ്സുമാർ വളരെ ചുരുക്കമായിരുന്നു. അപ്പം അത് കണ്ടുപിടിച്ച് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ സെഗ്രിഗേറ്റ് ചെയ്ത് അവരെ റീഡിപ്ലോയ് ചെയ്യേണ്ടി വന്നു. പിന്നെ ക്വാറന്റൈൻ ഫെസിലിറ്റീസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും തോറും നമുക്ക് കവറേജിന് നഴ്സുമാർ വേണം. അപ്പൊ അതിനനുസരിച്ചിട്ട് വർക്കിംഗ് അവേഴ്സ് കൂടിയിട്ടുണ്ട്, 12 hour ഷിഫ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു നഴ്സിംഗ് സ്റ്റാഫ് വളരെ പ്രിപ്പയർഡ് ആയിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു നഴ്സസിന്റെ ഗ്രൂപ്പുകളെല്ലാം കൂടെ, ലോകത്തിലുള്ള പല നഴ്സുമാരെല്ലാരും കൂടെ കൂടിയിട്ട് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസിന്റെ അണ്ടറിൽ ഞങ്ങൾ ഒരു മീറ്റിംഗ് വെച്ചിരുന്നു, അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പല 20-22 നേഷനിൽ നിന്നുള്ള ആൾക്കാർ, രാജ്യത്തു നിന്നുള്ളവർ ഇതിനുള്ളിൽ ജോയിൻ ചെയ്തിരുന്നു. പലരും എക്സ്പ്രസ് ചെയ്തൊരു കൺസേൺ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആയിരുന്നു. അവർക്ക് വേണ്ടത്ര ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഇല്ലാതെ വരിക. ഇപ്പം ചില ഏരിയകളിൽ, ഇപ്പം നമ്മൾക്ക് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും, നമ്മൾ ഈ എയറോസോൾ പ്രൊഡ്യൂസിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയും. ഇപ്പൊ ഇന്റ്യൂബേറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ PPE വേണം. പക്ഷെ ആ ഒരു ഫുൾ PPE ഒരു റെഗുലർ പേഷ്യന്റിനെ മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് വേണ്ട. പക്ഷെ ഖത്തർ ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഇതില് നമുക്ക് ഒരു രീതിയിലും PPEയുടെ ഒരു ഷോർട്ടേജോ ഇല്ലെങ്കിൽ അതിന്റെ ഒരു ലഭ്യത കുറവോ ഇവിടെ ഒരിക്കലും വന്നിട്ടില്ല. അപ്പം നമ്മുടെ സ്റ്റാഫ് വെൽ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു, വെൽ ടേക്കൺ കെയർ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണ്ട ട്രെയിനിങ്ങുകളെ കാര്യങ്ങൾ ഇതെല്ലാം സമയത്തിനനുസരിച്ച് നമുക്കത് ഗവൺമെന്റ് സൈഡിൽ നിന്നാണെങ്കിലും ഓർഗനൈസേഷൻസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 12 hour ഷിഫ്റ്റ് വരുമ്പോഴത്തേക്കുള്ള നോർമൽ ബുദ്ധിമുട്ടുകൾ, ഇപ്പം കുട്ടികൾ മിക്കവാറും, ഇപ്പൊ ഞാനാണെങ്കിൽ ഞാനും എന്റെ വൈഫും നഴ്സിംഗ് ഫീൽഡിലുള്ളവരാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ജോണി ആന്റണി പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇപ്പം എനിക്ക് ദിവസമായിട്ടിപ്പം വീട്ടിലൊരു കെയർ ടേക്കർ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പലരുടെയും കേസിൽ കെയർ ടേക്കേഴ്സ് ഇല്ലാതെ വരുന്നു. പേരൻസ് ഇവിടെ വന്ന് 3-4 മാസം കഴിഞ്ഞവർ അവര് തിരിച്ചു പോകേണ്ട റിപ്പാർട്ടേഷന്റെ പാർട്ടായിട്ട് അവർ തിരിച്ചുപോയി. അപ്പം കുട്ടികളെ നോക്കാനില്ലാതെ ഒരു ബുദ്ധിമുട്ടുകളെ. പിന്നെ രണ്ടും നമ്മൾ ഈ ഹോസ്പിറ്റലിൽ 12 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് വീട്ടിലോട്ട് ഈ ഒരു ഇൻഫെക്ഷൻ കൊണ്ടുവരുമോ എന്നുള്ളൊരു കൺസേൺ. അപ്പൊ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ നമുക്ക് നഴ്സിംഗ് ഫീൽഡിൽ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക്
ഞങ്ങൾ ഇതൊരു ഒരു ചലഞ്ചായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആർക്കും വരാതിരിക്കട്ടെ. പക്ഷെ ഈ കിട്ടിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പഠിക്കാൻ കിട്ടിക്കുന്ന ഒരു ലെസൺ എന്ന് പറയുന്നത് വളരെ വലുതാണ്. തീർച്ചയായിട്ടും. ഡോക്ടർ സമീർ കലന്തൻ, വളരെ വലിയ വെല്ലുവിളി. പക്ഷേ ഇത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിടയിൽ ഒരു ആരോഗ്യ പ്രവർത്തകർക്കും കിട്ടാത്ത വലിയൊരു എക്സ്പീരിയൻസുമായിരിക്കും. പക്ഷേ മുന്നിലേക്ക് നോക്കുമ്പോൾ, ഇവിടെ നമ്മൾ കേരളത്തിൽ നോക്കുമ്പോൾ നേരത്തെയൊന്നും ഇത്രയേറെ വ്യാപനം ഉണ്ടായിരുന്നില്ല, സ്വാഭാവികം. പിന്നീട് കൂടുതൽ പേർ സമൂഹ വ്യാപനത്തിലേക്കൊക്കെ തന്നെ പോകുന്ന ലക്ഷണങ്ങൾ കാണിക്കുകയാണിപ്പോൾ. അത്തരത്തിൽ ഒരു ലാർജ് ക്ലസ്റ്ററുകൾ പോലും കടന്ന് പുറത്തേക്ക് പോകുന്നു. ക്ലസ്റ്ററുകളിൽ മാത്രം നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടം ഇവിടേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. കേരളം ആദ്യം വലിയ ആശ്വാസമായിരുന്നു, കേരളത്തിലേക്ക് എല്ലാവരും വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോൾ അധികമാർക്കും കേരളത്തിലേക്ക് വരണമെന്ന് തോന്നുന്നില്ല, വിദേശത്തൊക്കെ ഉള്ളവർക്കെന്ന് തോന്നുന്നു. പക്ഷേ പലപ്പോഴും ചിലപ്പോഴും ഒക്കെ തന്നെ ഭയം ഒരു വലിയ ഫാക്ടറാണ് കൊറോണ വിരുദ്ധ പോരാട്ടത്തിൽ. രോഗികളൊക്കെ തന്നെ ആ ഭയത്തിൽ ഭയത്തിൽ അടിമപ്പെട്ടു പോകുന്നു. അതാണോ ഈ ഒരു വിഷയത്തിൽ വലിയ വെല്ലുവിളിയാകുന്നത്? എന്താണ് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്? You're asking me? Yes, good evening, friends. Nice to meet all of you. I'm sorry I was late to join. I had work. Okay. I heard the speech from Mr. Bijoy. Actually, I personally feel the nursing staff has been at the forefront in this war against COVID. We cannot reach there. Now, of course, I'm running a private clinic. ഞങ്ങൾക്കുണ്ടായ ഒരു വിഷയം എന്ന് പറയുന്നത് മാർക്കറ്റിൽ PP കിറ്റ്, അതുപോലെ N95 മാസ്ക്, പ്രൊട്ടക്ഷൻ കിറ്റൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഞാനിതെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റി. പലർക്കും അത് കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പിന്നെ അഫ്കോഴ്സ് ഇവിടുത്തെ ഖത്തർ ഗവൺമെന്റ് നമുക്ക് എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ടായിരുന്നു. ഏത് കേസും സസ്പീഷ്യസ് കേസ് വന്നു കഴിഞ്ഞാലും റെഫർ ചെയ്യാൻ പ്രത്യേകം ഞങ്ങൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അത് അവർ അതേപോലെ ടേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമെല്ലാം റിപ്പോർട്ട്സ് വരാൻ വൈകിയിരുന്നു, പിന്നെ അത് പെട്ടെന്നായി തുടങ്ങി. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ആസ്ട്രോ പോലെയുള്ള ഹോസ്പിറ്റലുകൾക്കൊക്കെ അവർക്ക് PCR ടെസ്റ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ അനുഗ്രഹമായി കാണുന്നു. ഞങ്ങളുടെ വിഷയം അതായിരുന്നു. കാരണം പല പേഷ്യൻസും ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് നടത്തിയിട്ട് ഐ ഹാവ് സീൻ, എനിക്ക് പേഴ്സണലായിട്ട് 1-2 പേഷ്യൻസ് അവർ കോവിഡ് നെഗറ്റീവായിരുന്നു. എന്നിട്ട് 3 മാസക്കാലം 2 മാസക്കാലം ആ ചുമയും പനിയും വെച്ച് സബ് അക്യൂട്ട് ക്രോണിക് ആയിട്ട് നീ നടക്കായിരുന്നു. പിന്നെ ഞാൻ സംശയകരമായി ഇവിടെ വന്ന് നമ്മൾ എക്സ്റേ എടുത്തിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ വിടുമ്പോൾ ദേ ആർ കോവിഡ് പോസിറ്റീവ്. അപ്പോൾ ഈ ആന്റിജൻ ടെസ്റ്റും ഈ ഫോൾസ് നെഗറ്റീവും ഫോൾസ് പോസിറ്റീവും ഒക്കെ അതൊരു വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. അത് വെച്ചായിരുന്നു ചികിത്സ നടത്തേണ്ടിയിരുന്നത്. സോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഇഷ്യൂ വലിയൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു അഗൈൻസ്റ്റ് ഫോർ ദ മെഡിക്കൽ പേഴ്സണൽ ട്രീറ്റിംഗ് പേഷ്യൻസ് without getting proper reports. പിന്നെ അഫ്കോഴ്സ് ട്രീറ്റ്മെന്റിന്റെ കാര്യം ഇപ്പോൾ ഞാൻ കാണുന്നു കേസുകളെല്ലാം കുറഞ്ഞു വരുന്നു. 1 മാസമായിട്ട് ആദ്യം മാർച്ച് ഏപ്രിലൊക്കെ ഉണ്ടായിരുന്ന റഷ് ഇപ്പോൾ കാണുന്നില്ല. പേഷ്യൻസ് ദൈവാനുഗ്രഹം കൊണ്ട്. ഡോക്ടർ, ഒരു കാര്യം ഈ PPE കിറ്റുകൾ കൊറോണ രോഗികളെ പരിശോധിക്കുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷേ ചില സ്ഥലത്തൊക്കെ കേരളത്തിലെ ഒരു ആശുപത്രിയുടെ കേസെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോൺ കോവിഡ് ഹോസ്പിറ്റൽസും കോവിഡ് ഹോസ്പിറ്റൽസുമായി 2 സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നോൺ കോവിഡ് ഹോസ്പിറ്റൽസിലും കോവിഡ് ലക്ഷണങ്ങളുള്ളവർ വരും. കാരണം ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾക്ക് അടുത്താണ് ഈ നോൺ കോവിഡ് ഹോസ്പിറ്റൽസ് ഉള്ളത് എങ്കിൽ സ്വാഭാവികമായും അവിടെ നിന്നുള്ള രോഗികൾ അവിടെ വന്നേക്കും. അവരെ മാറ്റി നിർത്താനൊന്നും സാധിക്കുന്നില്ല. ഒരു സ്ക്രീനിങ്ങും ഇല്ലാതെ ഹോസ്പിറ്റൽസിലേക്ക് വരികയാണ്. പക്ഷേ അങ്ങനെയുള്ള കേസസിൽ ഈ നോൺ കോവിഡ് ഹോസ്പിറ്റൽസിലെ ഡോക്ടർമാർക്ക് PPE കിറ്റൊന്നുമില്ല. അവർക്ക് ഗ്ലൗസ് ഉണ്ട്, N95 മാസ്ക്, അതും ഒരു ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് 3 മാസ്കോ മറ്റോ ആണ്, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് 3 N95 മാസ്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തോളണം. അപ്പോൾ അത് എത്രത്തോളം ആശാസ്യകരമായ ഒരു തീരുമാനമാണ്. കാരണം എൻ്റെ ഒരു ചോദ്യം, ഈ സാഹചര്യത്തിൽ ഡോക്ടർമാർക്കും മെഡിക്കൽ സ്റ്റാഫിനും PPE കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത്, ഡോക്ടർക്ക് പറയാനുള്ളത്? ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയത് കോവിഡ് പോസിറ്റീവ് പേഷ്യൻസിനെ ഡീൽ ചെയ്യുമ്പോൾ മാത്രം PPE കിറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് അഫ്കോഴ്സ് N95 മാസ്ക് ആണ്. ആ മാസ്ക് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത് ഇപ്പോൾ WHO പറഞ്ഞ യു കൻ റീയൂസ് ഇറ്റ് എവറി 3 days. പക്ഷേ
ഇതിൽ ഇഷ്യൂ എന്താ പറയുന്നത് വെച്ചാൽ ഈ മാസ്ക് ശരിക്കും ഹാങ് ചെയ്യണം. പല ആളുകളും ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ അല്ലെങ്കിൽ മെഡിക്കൽ പേഴ്സണൽ പേഷ്യൻസിനോട് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുമ്മണം, അല്ലെങ്കിൽ കണ്ണട ക്ലീൻ ചെയ്യണം, അപ്പോൾ ഈ മാസ്ക് താഴോട്ട് ഇടും. അപ്പോൾ ഇതിന് വളരെയധികം പ്രോട്ടോകോൾ ഉണ്ട്. ഈ മാസ്ക് തൊടുമ്പോൾ തന്നെ അതിന് മുന്നേ വീണ്ടും കൈ ക്ലീൻ ചെയ്യണം, സാനിറ്റൈസർ യൂസ് മാസ്ക് തൊടാൻ പാടുള്ളൂ. ഫിക്സിങ് ഇറ്റ് ബാക്ക്, യു ഷുഡ് ഓൾവേസ് ഹാങ് ഇറ്റ്. അപ്പോൾ ഈ വക മൈന്യൂട്ട് കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വരുമ്പോഴാണ് മെഡിക്കൽ പേഴ്സണലിനും ഇതൊക്കെ കോവിഡ് ബാധിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് സ്റ്റാറ്റിക്സും പഠനങ്ങളും കാണിച്ചിട്ടുള്ളത്. യു ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ യു ആർ റിമൂവിങ് ദ മാസ്ക് ഓർ കീപ്പിംഗ് ബാക്ക് ദ മാസ്ക് ഓർ ഹാങ്ങിങ് ദ മാസ്ക് വാട്ട് എവർ, സ്റ്റെതസ്കോപ്പിൽ ക്ലീൻ ചെയ്തതും എന്ത് കാര്യങ്ങളും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമില്ലല്ലോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പെന്ന്, നമ്മുടെ വാച്ച്, നമ്മുടെ കീ, ഇതെല്ലാം അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. യു ഷുഡ് ഗെറ്റ് habituated with it. അത് ചെയ്തെങ്കിലേ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് സിക്ക്. അതുകൊണ്ടാണല്ലോ ഡോക്ടേഴ്സിനും കണ്ടമാനം പേർക്കും ഈ കോവിഡ് വന്ന് ജീവന് മൃത്യു വന്നിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും. ഡോക്ടർ സമീ മൂപ്പൻ, ഈ പോരാട്ടം കുറേയേറെ രാജ്യങ്ങൾ വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും സ്ഥിതികൾ നിയന്ത്രണ വിധേയമായിട്ടില്ല. പലർക്കും ഈ നിയന്ത്രണങ്ങൾ പാലിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു മനസ്സും ഉണ്ടെന്ന് തോന്നുന്നില്ല. ചിലരൊക്കെ തന്നെ അതിലേക്ക് പോകുന്നില്ല. കൈ കഴുകാനോ സാനിറ്റൈസ് ചെയ്യാനോ സാമൂഹ്യ അകലം പാലിക്കാനോ പലരും തയ്യാറല്ല. അതിനൊപ്പം തന്നെ ഈ വൈറസിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകരും സയൻറ്റിസ്റ്റുകളും. ഈ വാക്സിന് വേണ്ടി നമുക്ക് എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നിലവിലെ സൂചന? ലിയോ പറഞ്ഞ വളരെ ഒരു വാലിഡ് ഇതാണ്. ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഈച്ച് ഇൻഡിവിജ്വൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പോരാട്ടമാണ്. അതായത് ഒരു പേഴ്സണൽ ഹൈജീൻ, ഈ ഹാൻഡ് ഹൈജീൻ ആയാലും എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ആൻഡ് ദെൻ വി ഷുഡ് ആക്ച്വലി അത് ഫോളോ ചെയ്യണം, വളരെ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യണം. ബിക്കോസ് ഇറ്റ് ഇസ് ഡോക്ടർ സമീർ കളന്തലും നേരത്തെ പറഞ്ഞു, അത് വളരെ ഈസി ആയിട്ട് പകരാവുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഓരോ സ്റ്റെപ്പും നമ്മളുടേത് വളരെ കെയർഫുൾ ആയിരിക്കണം. And this virus is there to stay for quite some time. അപ്പോൾ വാക്സിൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഏകദേശം എനിക്ക് തോന്നുന്നു 100 കമ്പനീസ് ആർ ഇപ്പൊ ഈ ഒരു വാക്സിൻ ഡെവലപ്മെന്റിൽ ഏകദേശം 100ഓളം കമ്പനികൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. പല ഡിഫറെന്റ് അപ്രോച്ചാണ് പലരും ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ഇപ്പം ഒരുപാട് വാക്സിൻസിൽ ഇപ്പം ഈ ഒരു phase 3 ക്ലിനിക്കൽ ട്രയൽസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതായത് കാൻഡിഡേറ്റ് വാക്സിൻ എന്ന് പറയും, അതായത് പ്രയർ ടു ദ റിലീസ്. ഇപ്പം ആ ഒരു ഫൈനൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ഓക്സ്ഫോർഡ് വാക്സിൻ ആണ്. ഓക്സ്ഫോർഡിന്റെ ചാഡോക്സ് കോവ്-19 എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിൻ ആണ് ഇപ്പം ഫൈനൽ ക്ലിനിക്കൽ ട്രയൽസിൽ നടക്കുന്ന ഈ കാൻഡിഡേറ്റ് ട്രയൽസും ഇതൊക്കെ നടക്കുന്നത്. സോ hopefully by the end of August or by September ഈ ഒരു വാക്സിൻ പുറത്തു വരും. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് അത് തന്നെയാണ്. ഇത് കൂടാതെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പൂനെയിലുള്ള സീറം ഇൻസ്റ്റിറ്റ്യൂട്ട്, വിച്ച് ഇസ് വൺ ഓഫ് ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആസ് ഫാർ ആസ് ഈ വാക്സിൻ ഡെവലപ്മെന്റ് ഇസ് കൺസേൺ. അപ്പൊ നമ്മൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പം അവിടെയും നമുക്ക് ഈ ഒരു വാക്സിൻ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. So hopefully we will have something coming out by end of August or September. എല്ലാവരും ലോകം ഈ ഒരു വാക്സിന് വേണ്ടിയിട്ട് ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. So let us hope that we have a vaccine sometime towards the end of this month. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും അത്തരത്തിൽ വിജയകരമായ ഒരു വാക്സിൻ നമ്മൾ കണ്ടെത്തിയാൽ തന്നെയും ആ ഒരു പോരാട്ടം, ഈ വൈറസിനെ നിയന്ത്രണ വിധേയമാക്കുവാൻ എത്ര നാൾ വേണ്ടി വന്നേക്കും? നമുക്ക് ഈ ഒരു പോരാട്ടം ഒരു ഏകദേശ വിജയത്തിലേക്ക് എത്തുവാൻ ഇനിയും കുറെ നാൾ കാത്തിരിക്കേണ്ടി വന്നേക്കും അല്ലേ? ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരും. ബിക്കോസ് വാക്സിനേഷൻ വന്നാൽ തന്നെ നമുക്കൊരു ഹോൾ പോപ്പുലേഷനെ വാക്സിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വാക്സിനേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ റിസ്ക് കാറ്റഗറി ആൾക്കാർ വാക്സിനേറ്റ് ചെയ്യും, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ വാക്സിനേഷൻ എടുക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു ഹോൾ പോപ്പുലേഷൻ, ഒരു രാജ്യത്തിന്റെ ഒരു ലോകത്തിലെ എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഡു ഇൻ എ വെരി ഷോർട്ട് ടൈം. മേ ബി ഇറ്റ് വിൽ ടേക്ക് സം ടൈം ഫോർ ദാറ്റ് ടു ഹാപ്പൻ. ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി എ ഹ്യൂജ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഇതിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂജ് സ്റ്റെപ്പ് ആയിരിക്കും ഈ ഒരു വാക്സിൻ വരുന്നത്. തീർച്ചയായിട്ടും. ശ്രീ
ജോണി ആന്റണി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. അനാവശ്യമായ ഭയം, ആശങ്ക, ആ ആശങ്കകൾ കാരണം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയില്ല. നമ്മുടെ സമൂഹം ജയിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ ആയി പോകുന്നത്? ഈ ലോകത്ത് സുഖത്തിനൊപ്പം തന്നെ ദുഃഖമുണ്ട്, വിജയത്തിനൊപ്പം തന്നെ പരാജയമുണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിക്കാത്തതും അത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അതിനെ നേരിടേണ്ടത് എന്നും അവരെ പരിചയപ്പെടുത്താത്തതും കൊണ്ടായിരിക്കുമോ നമ്മുടെ സമൂഹം ഇന്ന് ഇത്തരത്തിൽ സ്വാർത്ഥന്മാരായി യാതൊരു അനുകമ്പയോ യാതൊരു കെയറിംഗ് മനോഭാവമോ ഇല്ലാത്തവരായി മാറിപ്പോകുന്നത്? എങ്ങനെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ അവരോട് സംസാരിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ കൊച്ചു കുട്ടികളെ ഇതിനെ അതിജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊണ്ടുവരേണ്ടത്? ഒരു വലിയ പരിധി വരെ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുന്നത് നമ്മുടെ പുറത്താണ്. സുഖവും ഒക്കെ അനുഭവിക്കുന്നത് നമ്മുടെ അകത്താണ്. അതിനെ പുറത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സുഖദുഃഖ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ല. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കൊറോണയെ പിടിച്ചു കെട്ടാൻ എന്താണ് മാർഗം, എങ്ങനെയാ കൺട്രോൾ ചെയ്യാൻ? കൊറോണയെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഒരു മാർഗങ്ങളും ഇല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. നമ്മൾ നിയന്ത്രിക്കാൻ മാത്രമുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മനസ്സിലുള്ളൂ. അതായത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഒക്കെ വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനേക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ ഭാഗത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മനസമാധാനത്തോടു കൂടി ഈ അനിശ്ചിതാവസ്ഥകളെ പക്വതയോടുകൂടി കാണാനായിട്ട് മനസ്സിനെ പാകപ്പെടുത്തലാണ്. അതായത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഏത് കാര്യത്തിനെയും നമ്മൾ ഭയപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോകം മൊത്തം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊറോണയാണ്. ശരിക്കും ഭയപ്പാടല്ല അവിടെ വേണ്ടത്, മനസ്സിലാക്കലുകളാണ് വേണ്ടത്. നമ്മൾ കുട്ടികളെ തന്നെ ഇപ്പൊ കുട്ടികളെ പാകപ്പെടുത്തുന്ന കാരണന്മാര് ആദ്യം റെഡിയാകണം. ഞാൻ എപ്പോഴും പാരന്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്, കുട്ടികളിലല്ല മാറ്റം വരേണ്ടത്, പാരന്റ്സ് വരേണ്ടത്. കുട്ടികളല്ല വളരേണ്ടത്, നമ്മളാണ് വളരേണ്ടത്. നമ്മളെ കണ്ടാണ് അവർ പഠിക്കുന്നത്. നമ്മുടെ ആശങ്കകൾ കണ്ട് അനാവശ്യ കാര്യത്തിനും ആവശ്യ കാര്യത്തിനും ഒക്കെ ടെൻഷൻ അടിക്കുന്ന പ്രകൃതമാണ് നമുക്കുള്ളത്. അതായത് ആരോഗ്യമുള്ള തലച്ചോറുള്ള ഒരാൾക്ക് ജീവിതത്തിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, അസ്വസ്ഥതകൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ ജനനം മുതൽ മരണം വരെ നമ്മുടെ കൂടെയുള്ള കാര്യങ്ങളാണ്. അനിശ്ചിതാവസ്ഥകൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകൾ നമ്മുടെ സ്വന്തം സഹചാരികളാണ്. അപ്പോ തലച്ചോറും ജീവിതവും നശിപ്പിക്കലാണ് ഈ ടെൻഷനിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ആകെ ഒരു മാർഗം. അത് സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ ഈ തലച്ചോറിനെ പാകപ്പെടുത്താനും അതിനെ മെരുക്കിയെടുക്കാനും മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അത് ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വെട്ടിപ്പിടിക്കാനുള്ള ആവേശത്തിൽ ഇതെല്ലാം പെട്ടെന്ന് സുപ്രഭാതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോവുമോ കൊറോണ കാരണം എന്നുള്ള അസ്വസ്ഥതകൾ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിനൊക്കെ എന്താ ഗ്യാരണ്ടി ഉള്ളത്? ഒരു ഗ്യാരണ്ടി ഇല്ല. കൊറോണ എന്തെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊക്കെ എക്സ്പയറി ഡേറ്റോടുകൂടി ഈ ലോകത്തേക്ക് വന്നവരാണ്. അതുകൊണ്ട് ഭയമില്ലാതെ ജീവിക്കുക. ഈ ലോകത്ത് നമ്മൾ ശരിക്കും രാജാവിനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ടത്. കൊറോണ വരും പോകും, നമ്മൾ സന്തോഷകരമായിട്ട് ജീവിക്കുക. നമ്മുടെ കയ്യിൽ ഈ നിമിഷമുള്ളൂ നമ്മുടെ മുമ്പിൽ. അതിനെ ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത കൊറോണയെ ഭയപ്പെട്ട് ഈ കൊറോണനെ ക്ഷണിച്ചു വരുത്തി ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ നഷ്ടപ്പെടുത്തി സംഭവിക്കലാണ് ഇപ്പൊ മാർക്കറ്റിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ മീഡിയ ലോകം വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ സമാധാനപരമായിട്ടുള്ള രീതികളിൽ സന്തോഷകരമായിട്ട് ജീവിതത്തിന്റെ എല്ലാ തകർന്നടിഞ്ഞ പ്രശ്നങ്ങളുടെ ഇടയിലും മനസ്സിന്റെ ശാന്തത നഷ്ടപ്പെടാതെ ജീവിക്കാൻ മനുഷ്യന് പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നമ്മൾ വീണ്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ പേഴ്സണൽ വികാരങ്ങളുടെ ഭാഗത്തുണ്ടാകണം. അതായത് പുറത്തുള്ള കാര്യങ്ങളല്ല നമുക്ക് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ അകത്തുള്ള കാര്യങ്ങളാണ്. പുറത്തെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിനോടുള്ള നമ്മുടെ വൈകാരികമായിട്ടുള്ള വികാരങ്ങൾ എന്താണ്, അതൊക്കെയാണ് നമ്മിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തന്നെ നശിപ്പിക്കും. അത് ഈ പറയുന്ന മെഡിക്കൽ ലോകത്തിന് വലിയ ചലഞ്ചിങ് ആയിരിക്കും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് അമിതഭാരം കൊടുക്കാതിരിക്കാൻ നമ്മുടെ മാനസികാരോഗ്യത്തെ ബലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉത്തമമായിട്ടുള്ളൊരു കാര്യം.
തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെയും ശരീരത്തെ ബലപ്പെടുത്തുന്നതിനൊപ്പം തന്നെ മനസ്സിനെയും ബലപ്പെടുത്തേണ്ടതുണ്ട്. പലപ്പോഴും ഇത് ഈ വേദിയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുമാണ് ശ്രീ ജോണി ആൻ്റണി. നമ്മളൊരിക്കലും പ്രത്യേകിച്ച് ഞങ്ങൾ ഈ വേദിയിൽ തന്നെ പറയാറുള്ള ഒരു കാര്യം, ആശങ്ക അല്ല വേണ്ടത്, നമുക്ക് ജാഗ്രതയാണ് വേണ്ടത്. ഒരു കാരണവശാലും ഒരു വിധത്തിലും വിഭാഗത്തെയും പാർശ്വവൽക്കരിക്കരുത്. പലപ്പോഴും പല കാര്യങ്ങളിലുമൊക്കെ തന്നെ ഭീതി പരത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടിങ്ങിനെതിരെ ശക്തമായി ആഞ്ഞടിച്ച ഒരു ചർച്ചാവേദിയാണ് പ്രവാസികൾ പറയട്ടെ എന്ന് തുടക്കത്തിൽ മുതൽ തന്നെ ഞങ്ങൾ അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. കാരണം പലപ്പോഴും പലയിടങ്ങളിലും ഇതാ ജനങ്ങൾ മരിച്ചു വീഴുകയാണ്, പട്ടിണി കിടക്കുകയാണ്, ഇനി എന്ത് ചെയ്യും എന്നുള്ള ആശങ്ക പടർത്തുന്ന തരത്തിലുള്ള അപക്വമായിട്ടുള്ള റിപ്പോർട്ടിങ്ങുകൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അക്കാര്യത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലക്ഷ്യം ആണ് നമുക്ക് മുന്നിലുള്ളത്. നമ്മൾ ഇതിനെ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന് തുടക്കം മുതൽ ഉറച്ചു വിശ്വസിക്കുകയും പറയുകയും ചെയ്തു പോവുകയാണ് ജനം TV പ്രവാസികൾ പറയട്ടെ. ശ്രീ ബിജോയ് ചാക്കോ, നമുക്കിതിനെ അതിജീവിക്കാം, യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കൺസിഡർ ചെയ്യുമ്പോൾ, അതിനെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഏത് തരത്തിലൊക്കെ മുന്നോട്ട് പോകണം? കാരണം അവിടെയൊക്കെ ഉള്ളവർ എല്ലാ തരത്തിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഈ പാൻഡമിക്കിനെ നിയന്ത്രിച്ച് നിർത്തുന്നവർ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ എന്താണ് നാടിനോട് പറയാനുള്ളത്? ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുന്നത്, ഇപ്പം നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യത്തെ റിപ്പോർട്ടഡ് കേസസ് എന്ന് പറയുന്നത് ജാനുവരി 30 തോന്നുന്നു ഫസ്റ്റ് കേസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്തറിൽ ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് 27 ഫെബ്രുവരിയിലാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇതേപോലെ ഏത് രാജ്യത്തെ എടുത്തു കഴിഞ്ഞാലും ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 7 മാസം കൊണ്ട് ഇത് ഓവർകം ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു ഫേസിൽ കൂടെ കടന്നു പോയേ പറ്റത്തുള്ളൂ. നമുക്ക് ഇതിന് ഒരു ഷോർട്ട് കട്ടും ഇല്ല. ഇപ്പം ഈ ഒരു 6 മാസം കഴിയുമ്പോൾ പക്ഷെ ഇത് പോസിറ്റീവായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റേജ്, ഞങ്ങൾ ഒരു 3 മാസം മുമ്പുള്ള ഒരു സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒത്തിരി റിലാക്സ്ഡ് ആയിട്ട് വളരെ നോർമൽ ബാക്ക് ടു, ഞങ്ങൾ ഇവിടെ പറയുന്നത് ഒരു ന്യൂ നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ടേക്ക് വരിക എന്നുള്ളതാണ്. ഫുള്ളി നോർമൽ ആകാൻ പറ്റത്തില്ല. സ്റ്റിൽ ഫുള്ളി നോർമൽ ആണെങ്കിൽ ഡോക്ടർ സമീർ പറഞ്ഞ പോലെ ഇനിയും സമയം എടുത്തുന്നിരിക്കും. പക്ഷെ ഈ ഒരു 5-6 മാസം നമ്മൾ അതിൽ ഷോർട്ട് കട്ടുകൾ കണ്ടുപിടിക്കാതിരിക്കുക, അതിൽ ധൃതി വെക്കാതിരിക്കുക. അതിന് പ്രത്യേകിച്ച് ഓരോ രാജ്യങ്ങളുടെയും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഡിഫറെന്റ് ആണ്, ആൾക്കാരുടെ എഡ്യൂക്കേഷണൽ ഇത് വ്യത്യാസം ഉണ്ടാവും, എക്കണോമിക്കൽ സ്റ്റേറ്റസ് വ്യത്യാസം ഉണ്ടാവും, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ള ഒരു രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യാതെ നമ്മുടെ രാജ്യത്ത് എന്തുവാണോ നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് അതെങ്ങനെ ഒപ്റ്റിമലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അവൈലബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് മാൻ പവർ തന്നെയാണ്. അപ്പം ഇത് വേറെ ഒരു രാജ്യത്തും ഇല്ലാത്ത ഒരു ശക്തി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഉള്ള ആൾക്കാരുടെ ഒരു ശക്തിയാണ്. അപ്പം ഇപ്പം കഴിഞ്ഞ വർഷം നമുക്ക് വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു ഫ്ലഡിന്റെ ഇതെല്ലാം നമ്മൾ നേരിട്ടെന്ന് പറയുന്നത് വേറെ ഒരു റിസോഴ്സസോ വേറെ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. നമ്മൾ സെൽഫ് പ്രിപ്പയർഡ് ആയിരുന്നു, ഹെൽപ്പിംഗ് ഈച്ച് അതർ ആയിരുന്നു. അപ്പൊ ഇതേപോലെ നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. ബാക്കി ഒരു അസുഖം വന്ന ഒരാളെ നമ്മൾ മാറ്റി നിർത്താതെ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇനിയും എനിക്ക് ഒരു കാര്യം എന്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോഴത്തേക്ക് നമ്മൾ ചില ഇൻഫർമേഷൻസ് ഇപ്പൊ ചില ഡേറ്റ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു പാൻഡമിക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഖത്തറിൽ ഒരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് ഒരു നോട്ടീസ് വരും. ഇത്ര കേസസ് റെക്കോർഡഡ് ആയിരുന്നു, ഇത്ര കേസസ് റിക്കവർ ആയിട്ടുണ്ട്, ഇത്ര ഡെത്ത് ഉണ്ട്. ഈ ഒരു മെസ്സേജ് അല്ലാതെ എനിക്ക് തോന്നുന്നു ടിവിക്കുള്ളിൽ എല്ലാ ദിവസവും ഇത്ര പേര് മരിച്ചു, ഇത്ര പേര്. ഇപ്പൊ ചില ഇൻഫർമേഷൻസ് നമുക്ക് അഡ്മിനിസ്ട്രേഷന് മാത്രം ആവശ്യമുള്ളതാണ്. ഇപ്പം പ്രവാസികൾ വന്നതിൽ ഇത്ര പേര് പോസിറ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത് നമ്മളൊരു മീഡിയ വഴി ജനറൽ പബ്ലിക്കിലേക്ക് എത്തിച്ചത് കൊണ്ട് ആ ജനറൽ പബ്ലിക്കിൽ നമുക്ക് എന്തുവാണ് അതുകൊണ്ടൊരു ബെനിഫിറ്റ് കിട്ടുന്നതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമുക്കൊരു പാനിക് സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാം എന്നല്ലാതെ, ഇല്ലെങ്കിൽ ഇവിടെ ഇത്ര പേര്, ഇപ്പൊ നേരത്തെ ലിയോ തന്നെ പറഞ്ഞ പോലെ അവിടെ എത്ര പേര് മരിച്ചു, ഇവിടെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒരു ജനറൽ പബ്ലിക്കിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ജനറൽ പബ്ലിക്, ഇപ്പൊ ഞാനൊരു നോർമൽ ഒരു ലേമാൻ ആയിട്ട് നിൽക്കുവാണെങ്കിൽ എനിക്ക് ഇത്ര പേര് ഇവിടെ ലോകത്തിൽ മരിച്ചു എന്നുള്ളത് അറിയുന്നതാണ് ഇമ്പോർട്ടന്റ്, അതോ ഞാൻ എന്ത് പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതാണ്. അപ്പം എന്റെ ഒരു റിക്വസ്റ്റ് ആണിത്. നമുക്ക് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് പബ്ലിക്കിലോട്ട് എത്തിക്കാതെ വേണ്ട ഫോക്കസ്ഡ് ആയിട്ട്, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും വേണ്ടി ഇപ്പം ജോണി പറഞ്ഞ പോലെ എന്തും വേണ്ടി ഇൻഫർമേഷൻസ് കൂടുതലല്ലെന്നോ നമ്മളൊരു ഇൻഫർമേഷൻ ഫറ്റീഗ് എന്ന് പറയും. ഈ കൂടുതൽ ഇൻഫർമേഷൻ ചെല്ലും തോറും ആൾക്കാർക്ക് മനസ്സിലാകാതെ വരും.
ഇത് ഞങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ PPE പ്രോട്ടോകോൾസ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ചില സമയത്ത് നമുക്ക് സ്റ്റാഫിനോട് എത്ര സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കഴിവില്ലാത്തതല്ല, നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മളത് ഓവർലോഡഡ് ആയിട്ട് ഇൻഫർമേഷൻസ് ഓവർലോഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു മീഡിയ, പ്രത്യേകിച്ച് ജനം, ഇങ്ങനെയുള്ള നല്ല ചാനലുകൾ നിങ്ങൾ കുറച്ചുകൂടെ എന്താ പറയേണ്ടത്, സ്ക്രീൻ ചെയ്ത് എല്ലാ മീഡിയകളും ആവശ്യമില്ലാത്ത മെസ്സേജുകൾ കട്ട് ചെയ്തിട്ട് വേണ്ട ഇൻഫർമേഷൻസ് മാത്രം പബ്ലിക്കിലോട്ടേക്ക് എത്തിക്കുക. എന്നിട്ട് അവർക്ക് ഒരു ബാക്ക് ടു നോർമലിലോട്ടേക്ക്, അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ എടുക്കേണ്ട ഒരു പ്രിക്കോഷൻസിനെ പറ്റിയിട്ട് കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളതായിരിക്കും ഇമ്പോർട്ടന്റ് എന്ന് എനിക്ക് തോന്നുന്നു.